പ്രപഞ്ചം കോടാനുകോടി നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചം. പ്രപഞ്ചത്തിൽ മനുഷ്യവാസമുള്ള ഒരേ ഒരിടം ഭൂമി. മഞ്ഞും മലകളും കടലും കാടുകളും ഉൾക്കൊള്ളുന്ന ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന വിശേഷണമുള്ള ഒരേ ഒരിടം കേരളം. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലചായ്ത്തി ഹരിതവനങ്ങൾ നിറഞ്ഞ പരശുരാമന്റെ ഭൂമി. വർഗവിവേചനമില്ലാതെ മതസൗഹൃദത്തോടെ വാഴുന്ന മലയാളിയുടെ നാട്. ഈ കേരളത്തിൽ സമൃദ്ധിയുടെ ശ്രാവണ മാസത്തിൽ മതഭേദമില്ലാതെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. ഓണത്തിന് പല ഐതിഹ്യങ്ങളുണ്ട്. അതിൽ ഒന്നാണിത്. മോളെ, നമുക്ക് ഈ പൂക്കളം വേഗം തീർക്കണം. നമ്മൾ എന്തിനാ ഈ പൂക്കളം ഇടുന്നേ? അതൊരു പഴയ കഥയാണ്. എത്ര പഴയ കഥയാമ്മേ? അതെ, പണ്ടേ നടന്ന കഥയാ മോളെ. മോളെ വാ, നമുക്ക് കുറച്ചുകൂടി മുല്ലപ്പൂ വേണം. ആ കഥ പണ്ടേ നടന്ന കഥയാ? അതെ, പണ്ടേ നടന്ന കഥയാ. ആ കഥ പറയാമ്മേ. പണ്ടേ മഹാബലി എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. ആ രാജാവിനെ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു. മഹാബലി രാജാവ് നീണാൽ വാഴട്ടെ. മഹാബലി രാജാവ് നീണാൽ വാഴട്ടെ. അമ്മ, എന്നിട്ട് കഥ പറയമ്മേ. എന്നിട്ട് മഹാബലി രാജാവിന്റെ പേരും പ്രശസ്തിയും നാടെല്ലാം പരന്നു. അങ്ങനെ മഹാബലി രാജാവിന്റെ ഭരണത്തിൽ മറ്റു രാജാക്കന്മാർക്കും ദേവന്മാർക്കും അസൂയ തുടങ്ങി. എന്നിട്ട് ആർക്കും ദേവന്മാരെ വേണ്ട, എല്ലാവർക്കും മഹാബലി രാജാവിനെ മതി.
തങ്ങളുടെ സ്വർഗരാജ്യം കൈവിട്ടു പോകുമോ എന്ന് ഭയന്ന് ദേവന്മാർ മഹാവിഷ്ണു ഭഗവാനെ ചെന്ന് കണ്ട് തങ്ങളുടെ വിഷമങ്ങൾ ബോധിപ്പിച്ചു. മഹാബലി രാജാവ് ഒരു വലിയ യാഗം നടത്താനുള്ള ഒരുക്കത്തിലാണ്. ആ യാഗം പൂർണ്ണമായാൽ പിന്നെ മഹാബലി രാജാവ് അതിശക്തനാകും. പിന്നെ ഒരാൾക്കും മഹാബലി രാജാവിനെ തോൽപ്പിക്കാൻ പറ്റില്ല. ദേവന്മാരുടെ അപേക്ഷ പ്രകാരം വിഷ്ണു ഭഗവാൻ അവരെ സഹായിക്കാം എന്ന് ആശ്വസിപ്പിച്ച് പറഞ്ഞയച്ചു. മോളെ, നമുക്ക് കുറച്ചും കൂടി പൂക്കൾ വേണം. തെച്ചിപ്പൂവും തുമ്പപ്പൂവും ചെമ്പരത്തിയും. വാ മോളെ. ബാക്കി കഥ പറയമ്മേ. പറയാം മോളെ, വാ. എന്നിട്ട് എനിക്ക് മഹാരാജാവിനെ ഒന്ന് കാണണം. ഇപ്പോൾ മഹാരാജാവിനെ കാണുവാൻ സാധ്യമല്ല. മഹാരാജാവിനെ കാണാതെ ഞാൻ എവിടെ നിന്ന് പോകില്ല. സാധ്യമല്ല എന്ന് ഒരു വട്ടം പറഞ്ഞതല്ലേ. ഇപ്പോൾ മഹാരാജാവിനെ കാണുവാൻ സാധ്യമല്ല. ആരെവിടെ? അടിയൻ. പുറത്തെന്താണൊരു കോലാഹലം? പോയി അന്വേഷിക്കൂ. തിരുമനസേ, പുറത്തൊരു യുവ ബ്രാഹ്മണൻ അങ്ങയെ കാണുവാൻ ശാഠ്യം പിടിക്കുന്നു. ബ്രാഹ്മണനോ? നമ്മെ കാണാൻ വരുന്ന അതിഥിയെ നാം നിരുത്സാഹപ്പെടുത്താറില്ല. വരാൻ പറയൂ. അടിയൻ. മഹാരാജാവ് നീനാൽ വാഴട്ടെ. ജനഹിതനും ജനപ്രിയനും ഉദാരമതിയും ദാനശീലനുമായ മഹാരാജാവ് നീനാൽ വാഴട്ടെ. അല്ലയോ ബ്രാഹ്മണ, അങ്ങേക്ക് നാം എന്താണ് ചെയ്യേണ്ടത്? ഓ മഹാരാജാവേ, അങ്ങയുടെ പേരും പ്രശസ്തിയും ഈ നാടും നാട്ടുകാരും പാടി പുകഴ്ത്തുന്നു. ഈ കൊച്ചു ബ്രാഹ്മണന് അങ്ങയുടെ നാട്ടിൽ 3 അടി നിലം ഭിക്ഷയായി നൽകാമോ? 3 അടി നിലമോ? അതൊരു വിചിത്ര കേൾവി തന്നെ. നമ്മോട് പൊന്നും പുടവിയും വിത്തും വിളവുമാണ് അപേക്ഷിക്കാറ്. എന്നാൽ 3 അടി നിലം ഇതാദ്യം തന്നെ. തിരുമനസേ, അരുത്. ഇതിലെന്തോ ചതിയുണ്ട്. ഗുരു ശുക്രാചാര്യരെ, നാം ഭിക്ഷയാചന ഒരിക്കലും നിരസിക്കാറില്ല. ഓ ബ്രാഹ്മണ, 3 അടി നിലം അളന്നെടുത്തോളൂ. ഇത് മഹാബലിയുടെ ഉത്തരവാണ്. ഒന്നാം പാദത്തിൽ പ്രപഞ്ചവും, രണ്ടാം പാദത്തിൽ ഭൂമിയും. അല്ലയോ മഹാരാജാവേ, അങ്ങ് വാഗ്ദാനം ചെയ്ത 3-ാമത്തെ അടി ഞാൻ എവിടെ വെക്കും? പ്രഭോ, ഈ അടിയനെ പൊറുക്കണം. ഈ അടിയന്റെ വിവരമില്ലായ്മയും അഹന്തതയും അങ്ങേ തിരിച്ചറിയാൻ വിസമ്മതിച്ചു. അങ്ങ് 3-ാമത്തെ അടി അടിയന്റെ ശിരസിൽ വച്ചാലും അടിയന് ഒരപേക്ഷയുണ്ട്, കനിവാകണം. പറയൂ. അടിയന് അടിയന്റെ പ്രജകളെ കാണുവാനുള്ള അവസരം കനിവാകണം. അമ്മ,
എന്നിട്ട് മഹാബലി രാജാവ് മൂന്നാമത്തെ അടി കൊടുത്തോ? വേഗം പറയമ്മേ. കൊടുത്തു. വാമനൻ മൂന്നാമത്തെ അടി മഹാബലി രാജാവിൻ്റെ തലയിൽ വെച്ചു. രാജാവിനെ സുതലത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. പക്ഷേ രാജാവിന് തൻ്റെ പ്രജകളെ കാണാൻ വർഷത്തിൽ ഒരിക്കൽ ചിങ്ങമാസത്തിൽ അനുമതി കൊടുത്തു. ഓ, ഭയങ്കരം തന്നെ അല്ലേ? അതെ, നമ്മളുടെ ഈ പൂക്കളവും ചെണ്ടമേളവും പുലിക്കളിയും തിരുവാതിരയും ഒക്കെ മഹാബലി രാജാവിനെ സ്വീകരിക്കാനാണ്. ഓ, അങ്ങനെ നമ്മുടെ പൂക്കളം ശരിയായി. അമ്മേ, അമ്മേ, ദേ മഹാബലി രാജാവ് വരുന്നു.